ഇനി എനിക്കറിയില്ല റബ്ബേ എന്ന് പറയാനുള്ള അവസരം നമുക്ക് അതോടെ നഷ്ടപ്പെടുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആ എന്ന അനുഗ്രഹം നമുക്ക് നൽകിയതിനു പകരം മുത്ത് റസൂലിന്റെ പേരിൽ നമുക്കൊരു 3 സലാത്ത് ചൊല്ലിയിട്ട് ആ ദുആ പഠിക്കാം. സല്ലു അലൻ നബി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാമിഅയുടെ ജൂനിയർ കോളേജ് ഇവിടെ നടക്കുന്നുണ്ട്. 92 മുത്തഅല്ലിമീങ്ങളുമായി 92 ഒരു നാടിന്റെ അനുഗ്രഹമാണ് ഒരു ദീനി മദ്രസ. അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുത്തഅല്ലിമീങ്ങളുടെ ദുആ അതൊക്കെ നമ്മുടെ എല്ലാ ഖൈറുകളും അനുഗ്രഹങ്ങളും വർദ്ധിക്കാനുള്ള കാരണമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംഘാടകര് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവരും സമയം വളരെ പരിമിതമാണുള്ളത്. എല്ലാവരും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ഒരു നല്ല സദഖ വരാൻ പറ്റ മഖാമിന്റെ മുമ്പിൽ വെച്ച് നാം ചൊല്ലുന്ന ഈ സദഖ, നമ്മൾ ചൊല്ലുന്ന ദുആ, പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ ഒരു നല്ല സദഖ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്തോളീൻ. അല്ലാഹുവിനോട് പരമാവധി ദുആ ചെയ്തോളീൻ. അവന്റെ ഖജനാവ് വട്ടാത്ത ഖജനാവാണ്. അവൻ തരുന്നവന് വകഭേദമില്ലാത്തവനാണ്. അടിമകൾ ചോദിച്ചാൽ തരുന്ന റബ്ബാണ്. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ തമ്പുരാനെ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ രോഗമുള്ളവരാണെങ്കിൽ അവരെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ അല്ലാ. മക്കളുടെ കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രയാസത്തെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഏതൊക്കെ മാനസികവും ശാരീരികവുമായ പ്രയാസത്തിന് അടിമപ്പെടുന്നുവോ റബ്ബേ നീ അവർക്ക് എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവരെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് ദുആ ചെയ്യും. കാര്യമായി സദഖ ചെയ്യും. സാമ്പത്തികമായ പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. എന്നാലും ആ സമയത്ത് നമ്മൾ പരമാവധി സദഖ ചെയ്യുമ്പോഴാണ് റബ്ബ് അവന്റെ അനുഗ്രഹത്തിന്റെ വർഷബിന്ദുക്കൾ നമുക്ക് നൽകുക. അല്ലാഹു നമ്മെ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അവൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി രേഖപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ഒരു ദുആ മനസ്സറിഞ്ഞ് ചെയ്താൽ നമ്മുടെ കുടുംബം സ്വർഗമാണ്, നമ്മുടെ നാട് സ്വർഗമാണ്, നമ്മുടെ രാജ്യം സ്വർഗമാണ്. പക്ഷെ എല്ലാ മനുഷ്യനും മനസ്സറിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. ആ പ്രാർത്ഥന പഠിപ്പിച്ചേരട്ടെ, ചെയ്യൂലേ? പറയാ ചെയ്യൂലേ? ഉറപ്പുള്ളവരൊക്കെ കൈപൊക്കെ നോക്കട്ടെ. ചുമ്മാ ചെയ്താ പോരാ, മനസ്സറിഞ്ഞ് ചെയ്യണം. ദുആ ഇപ്പൊ ആർക്കും ചെയ്യാമല്ലോ. എന്നിട്ട് അതിന്റെ പ്രവൃത്തി നേരെ തിരിച്ചിട്ട് വേണം. നമ്മൾ രാത്രി മുഴുവനും ദുആ ചെയ്യും, പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഫാഖ. അല്ലാഹുവേ മരണങ്ങളെ ദാരിദ്ര്യം തരല്ല റബ്ബേ. രാത്രിയിലെ ദുആ, പടച്ചവനെ ദാരിദ്ര്യം തരല്ല റബ്ബേ. എന്നിട്ട് നേരം വെളുത്ത നേരെ റേഷൻ കാർഡ് ബിപിഎൽ ആക്കാനും. ബിപിഎൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്നല്ലേ എന്റെ അർത്ഥം. രാത്രി മുഴുവനും ദുആ, പട്ടിണി മാറ്റണേ പടച്ചവനെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുത്തില്ലേ. പകല് പരിപാടി APL കാരനാണ്. എന്നിട്ടും പിന്നെ എങ്ങനെയും BPL ആക്കാൻ വഴിയുണ്ടോ നോക്കി കിടക്കും. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ യോജിക്കൂല? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ APL കാരൻ BPL ആക്കല് തെറ്റാണ്. കാരണം ഒരാളെ അള്ളാഹു സമ്പന്നനാക്കുക എന്നത് അള്ളാഹുവിന് കൊടുത്ത അനുഗ്രഹമാണ്. അവൻ BPL ആവാൻ പോയാൽ അത് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിനോടുള്ള നന്ദികേടാണ്. അത് ഈ അള്ളാഹു സമ്പത്ത് തന്നവരൊക്കെ കുറച്ചൊക്കെ ഒന്ന് തരും. ചില ആളുകളുണ്ട് അള്ളാഹു സമ്പത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഉടുപ്പിടില്ല, നല്ലൊരു ഭക്ഷണം കഴിക്കില്ല, പച്ചവെള്ളം വരെ ചവച്ചവച്ച് എങ്ങനെയൊക്കെ ഇറക്കുള്ളൂ. അങ്ങനെ ചില വേദനിക്കണ കോടീശ്വരന്മാരുണ്ട്. അതിനെന്താ കഥയുള്ളത്? അള്ളാഹു ഒരു അടിമയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്താൽ ആ അനുഗ്രഹം അവൻ പരമാവധി അള്ളാഹുവിനെ ഓർത്താസ്വദിക്കണം. അവൻ നന്ദികേട് കാണിക്കരുത്, അതിര് കവി എന്നേ ഉള്ളൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഉണ്ടല്ലോ. രാവിലെ ഒരാൾ എഴുന്നേറ്റിട്ട് ഈ ദുആ ചെയ്താൽ അന്നത്തെ ദിവസം അല്ലാഹുവിന് അനുഗ്രഹം വാരിക്കോരി കൊടുക്കുമത്രേ. അല്ലാഹുമ്മ മാ അസ്ബഖ ബി ബിനിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫലക്കൽ ഹംദു ഫലക്കൽ ശുക്ർ. അല്ലാഹുവേ അല്ലാഹുമ്മ മാ അസ്ബഖ ബി ബിനിഅമതിൻ, അല്ലാഹുവേ അല്ലാഹുവേ ഇന്നത്തെ ദിവസം നീ എനിക്ക് ഏതൊക്കെ അനുഗ്രഹം നൽകിയോ, എനിക്ക് മാത്രമല്ല നിന്റെ സിദ്ധികളിൽപ്പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ ആ ആളുകൾക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടോ ആ അനുഗ്രഹത്തിന്റെ പേരിൽ ഫലക്കൽ ഹംദു ഫലക്കൽ ശുക്റു, നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റബ്ബേ, നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അല്ലാഹ്. എന്നാരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അന്നത്തെ ദിവസം അല്ലാഹു അവന് അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്രേ. സഹോദര, എന്താ ദുആയുടെ അർത്ഥമെന്നറിയോ? അല്ലാഹുമ്മ മാ അസ്ബഖ ബി ബിനിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക. അല്ലാഹുവേ എനിക്കെന്ന് മാത്രമല്ല ഈ ലോകത്തുള്ള ആർക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം കൊടുത്താലും അതിനെല്ലാം എനിക്ക് നിന്നോട് നന്ദിയുണ്ട് റബ്ബേ, അതിനെല്ലാം എനിക്ക് നിന്നോട് കടപ്പാടുണ്ട് അല്ലാഹ്. ഇങ്ങനെ എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ദുആ നമ്മൾ ചെയ്തു കൊടുത്താൽ ആർക്കൊക്കെ ഗുണം നൽകുന്നുവോ, ആർക്കൊക്കെ നന്മ അല്ലാഹു നൽകുന്നുവോ ആ നന്മകളുടെ പേരിൽ ഒരാളോടും അസൂയയില്ലാത്തൊരു ഹൃദയമുണ്ടാകണേ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നവരാരാണ് നബിയേ, ആദ്യമായി സ്വർഗത്തിലോട്ട് കടക്കുന്നവരാരാണെന്ന് ചോദ്യം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി വകുല്ലു സദൂഖിൽ ലിസാൻ വമഹ്മൂമിൽ ഖൽബി, സത്യം പറയുന്ന നാവുള്ളവരും ഏറ്റവും നല്ല സത്യസന്ധമായ ഹൃദയമുള്ളവരാരോ അവരാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
സഹോദരിമാരെ സംശയിക്കണ്ട, സഹോദരങ്ങളെ സംശയിക്കണ്ട. ആദ്യമായി പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കയറാനുള്ള സവിശേഷത പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഹൃദയമുള്ളവന് ചോദ്യകർത്താവ് ചോദിച്ചു പത്രേ, യാ റസൂലല്ലാഹ്, സത്യസന്ധതയുള്ള ഹൃദയമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും നല്ല ഹൃദയത്തിന് അടയാളമേതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ലാ ഗില്ല വലാ ഹസദ. ചേർത്ത് പിടിക്കണ ഈ വാക്കുകള്, ലാ ഗില്ല വലാ ഹസദ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഏഷണിയില്ല, മറ്റൊരാളോട് അസൂയയുമില്ലെങ്കിൽ അവനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം സ്വർഗമാവാൻ, നമ്മുടെ നാട് സ്വർഗമാവാൻ, നമ്മുടെ ജീവിതം സന്തോഷകരമാവാൻ ആരോടും യാതൊരുവിധ അസൂയയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്തൊരു ഹൃദയമുണ്ടാവുക. ആ ഹൃദയം നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ, നമ്മുടെ ഉപ്പക്കുണ്ടായാൽ, നമ്മുടെ ഉമ്മക്കുണ്ടായാൽ, നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ, നമ്മുടെ കുടുംബം പിന്നെ രക്ഷപ്പെട്ടു പോയില്ലയോ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ അല്ലാഹു സന്തോഷകരമാക്കി തരട്ടെ. ആമീൻ പറ. നിങ്ങൾക്കാവണ്ടേ? അല്ലാഹു നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സന്തോഷകരമാക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, ഉറക്കെ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ സന്തോഷകരമാക്കട്ടെ. ഒരു കുടുംബം സന്തോഷമാവാൻ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. എത്ര കാര്യം? ഒരാളുടെ ജീവിതം സന്തോഷകരമാവാൻ, ഒരു കുടുംബം സന്തോഷമാവാൻ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. പറഞ്ഞരട്ടെ? വേണ്ടേ? ഉള്ള കൊച്ചു കൂരയില് പ്രളയമൊക്കെ വന്ന് എടുത്തോണ്ട് പോയതിന്റെ ബാക്കിയാണ് ഇപ്പോ ഉള്ളത്. അതിനകത്ത് തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുടുംബം ജീവിക്കാന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യം ഉണ്ടോ, ആ കുടുംബ സ്വർഗം. പറഞ്ഞരട്ടെ? ഒന്ന് റബ്ബിലുള്ള തവക്കുല്, ഒന്ന് ഏകനായ അല്ലാഹുവിലുള്ള തവക്കുല്. ആ തവക്കുലുണ്ടാവണം നമുക്ക്. അല്ലാഹു തന്നതാണിത്, ഇതെല്ലാം എന്റെ റബ്ബ് തന്നതാണ് എനിക്ക്. അവനത് തിരിച്ചെടുത്താൻ എനിക്ക് പ്രയാസങ്ങളില്ല. സാമ്പത്തികമായ പ്രയാസം വരുമ്പോ, ശാരീരികമായ പ്രയാസം വരുമ്പോ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വരുമ്പോ, ആ സമയത്തൊക്കെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഏകനായ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുക. ഏകനായ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുക. അല്ലാഹുവേ, എന്തു വന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാനെല്ലാം എന്റെ റബ്ബിന് പരമേൽപ്പിച്ചിരിക്കുകയാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ, കടം വന്നാൽ, പ്രയാസം വന്നാൽ അതോടെ കുടുംബം അസ്വസ്ഥമാകുമല്ലോ. ഭർത്താവിനെങ്ങാനും ഒരു മാരക രോഗം വന്നാൽ അല്ലാഹു നമ്മുടെ ഭർത്താക്കന്മാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബത്തിന് അത്താണികളായി അകലെ കിടന്ന് കഷ്ടപ്പെടുന്നവർ, എങ്ങാനും കുടുംബനാഥനൊരു രോഗം വന്നാൽ അതോടെ തകർന്നു പോകുന്നതാണ് നമ്മുടെ കുടുംബം. ആ സമയത്തൊക്കെ തകരലല്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിലേക്ക് തവക്കുലാക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ അവരെക്കാൾ സന്തുഷ്ടമായൊരു കുടുംബമില്ല. ആരോ പറഞ്ഞു പത്രേ, നിന്റെ കട ഒരെണ്ണം കത്തിപ്പോയി, നിന്റെ കട ഒരെണ്ണം കത്തിപ്പോയി, അല്ലെങ്കിൽ ഒരു കട അറബി പിടിച്ചെടുത്തു. ആ സമയത്ത് വന്നൊരാള് പറഞ്ഞാൽ, പറയണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിനോട് ഇസ്തിർജാഉ പറയണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഒരാള് വന്നിട്ട് പറഞ്ഞ കട കത്തിപ്പോയി, അപ്പൊ എന്ത് പറയണം? നിങ്ങളിത് പറയാൻ മാത്രം പഠിച്ചാ പോരാ പെണ്ണുങ്ങളെ, ഇതിന്റെ അർത്ഥം കൂടെ അറിയണ്ടേ. എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി. എന്താ അർത്ഥം?
എന്താ അർത്ഥം? എന്താ നിങ്ങൾ ഉണ്ടായി ഇവര് പറയട്ടെ. എന്തിനാ ദിവസം പള്ളിയുടെ മൈക്കിൽ നിന്ന് വിളി കേൾക്കൂലേ? ഇന്നാ ലില്ലാഹ്. സുബ്ഹാന ജല്ല ജലാലു. ഇത് മാത്രം, ഇതൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ പ്രധാനപ്പെട്ട മുഫ്തികളാ. നമ്മള് നാട്ടിലെ വലിയ മുഫ്തികളാ. വേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു നൂനും കൂടെ കൂട്ടി നമ്മള് മുഫ്തിനു പോകും. മോൻ, ഇതാണ് ഈമാൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതൊക്കെ അറിയാന്ന് വിചാരിച്ചിട്ടല്ലേ വാള് പറയാ. തിന്നാലില്ല, ഞാൻ അല്ലാഹുള്ളതാണ്. എന്താണ് അർത്ഥം? ഇനി വേറൊരാള് പഠിപ്പിക്കാതെ ഇന്നാലില്ല, ഞാൻ അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമെന്നാണ് സഹോദരാ. പറയേണ്ടത് ആരോ വന്ന് പറഞ്ഞ് നിന്റെ കട തീ പിടിച്ചുപോയി. ഇന്നാലില്ല, അല്ലാഹുവേ കട മാത്രമല്ലേ കത്തിപ്പോയുള്ളൂ. ഇന്നാലില്ല, ഞാൻ നിനക്കുള്ളവനല്ലേ. അതിന്റെ അകത്തിട്ട് എന്നെയും കൂടി കത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ. അത് സംഭവിച്ചില്ലല്ലോ റബ്ബേ. ഞാൻ രക്ഷപ്പെട്ടല്ലോ റബ്ബേ. ഇന്നാലില്ല, ഞാൻ അല്ലാഹുള്ളതാണ്. നിന്റെ ഭാര്യയ്ക്ക് രോഗമാണ് എന്നറിഞ്ഞപ്പോ ഇന്നാലില്ല, ഞാൻ നിനക്കുള്ളതല്ല റബ്ബേ. എന്റെ ഭാര്യക്ക് വന്ന രോഗം എനിക്കും കൂടി വരാമായിരുന്നല്ലോ. എനിക്ക് വന്നിരുന്നെങ്കിൽ അവളെ ചികിത്സിക്കാനും കൊണ്ടു നടക്കാനും ആരാണുള്ളത്? എനിക്കത് വന്നില്ലല്ലോ റബ്ബേ. എനിക്കും കൂടിയത് വരുത്താൻ നിനക്ക് അധികാരമുള്ളതോടുകൂടെ തന്നെ നീ എന്നെ എതിരെ പെടുത്തിയില്ലല്ലോ അല്ലാ. ഇന്നാലില്ല, ഞാൻ അല്ലാഹുള്ളതാണ്. എന്നിട്ടും എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറയുന്ന തവക്കുലാർക്കുണ്ടോ ആ കുടുംബത്തിനാണ് സന്തോഷമുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് സർവ്വതും തവക്കുലാക്കുന്ന ഒരു കുടുംബം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയമില്ലല്ലോ മനുഷ്യന്മാരെ വിഷയം പറഞ്ഞു തീർക്കാൻ. അതുകൊണ്ടാ കൂട്ടൊന്നും വേണ്ട, കുറച്ചാ മതി. ഒത്തിരി ഒന്നും പറയണ്ട സഹോദര, ഇത്തിരി പറഞ്ഞാൽ മതി. ഇത്തിരി ആ ഇത്തിരിക്കാണ് വളരെ പ്രസക്തിയുള്ളത്. രണ്ട് ഇൻഷാല്ലാഹ് ഇത് പറഞ്ഞ് ബാക്കിയ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയാം. അവസാനം പോകാൻ നേരത്തൊരു നല്ല സമ്മാനവും തരാം. ഇരിക്കും ഇവിടെ. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പിരിയും ഇൻഷാല്ലാഹ്. പോകാൻ നേരത്ത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സമ്മാനപ്പൊതി തരും. ഖുർആനിന്നൊരു ചെറിയ സമ്മാനപ്പൊതി. വേണോ? വേണ്ടവരൊക്കെ കൈവക്ക്. ആവശ്യത്തിനനുസരിച്ച് പൊതിച്ചോറ് കിട്ടും. മതി. പോകാൻ നേരത്ത് ഒരു അമൂല്യമായ സമ്മാനം നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമതൊരു കുടുംബത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം, അതിന്റെ അടയാളം മൽക്കന, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെ തൃപ്തിപ്പെടാൻ ആര് പഠിച്ചുവോ അവരിലാണ് കുടുംബ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധമുണ്ടായത്. അല്ലാഹു നമ്മളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു നിനക്ക് നൽകിയിടെന്നാണോ ആ നൽകിയത് കൊണ്ട് നീ പരമാവധി തൃപ്തിപ്പെടുക. എന്നാൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു സന്തോഷകരമായ കുടുംബത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? ഇഹ്സാനിന്റെ പാതയിലൂടെ നടന്നുപോയ, ഗുണകാംക്ഷയുടെ പാതയിലൂടെ നടന്നുപോയൊരു കുടുംബ പരമ്പര. ഒരു ഭർത്താവ് വരികയാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോ ആ ഭർത്താവ് കാണുന്ന കാഴ്ച,
തന്റെ ഭാര്യ പട്ടിണി കാരണത്താൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കുപ്പായം തുന്നിക്കൊടുക്കുന്ന ഭാര്യയെ കണ്ടപ്പോ ഭർത്താവ് വന്നത് ഭാര്യ അറിഞ്ഞില്ല. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് വന്ന് മുറ്റത്ത് നിന്നത് ഭാര്യ അറിഞ്ഞില്ല. ഭർത്താവ് നോക്കുമ്പോ വീട്ടിലെ കൊടുമ്പട്ടിണി കാരണത്താൽ ആ സമയത്ത് തന്നെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കുപ്പായം തയ്ച്ചു കൊടുത്തിട്ട് തനിക്ക് തന്റെ ഭർത്താവിനെ കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വകകേടുന്ന ഭാര്യ കുനിഞ്ഞിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ തന്റെ ഭാര്യ ഇരുന്ന് വസ്ത്രം തുന്നുന്നത് കണ്ടപ്പോ ഭർത്താവ് വിളിച്ചു പത്ര സൈനബേ, യാ സൈനബ്, യാ സൈനബ്, എന്റെ പ്രിയപ്പെട്ട സൈനബേ. ആരാ വിളിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും നേതാവായ, നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പായ, നമ്മുടെ കരളിന്റെ കഷണമായ, വസീലയുടെ നായകനായ, നാളെ കൊറ്റാളെ കത്തിച്ചൊലിക്കുന്ന തീച്ചൂളയുടെ മുമ്പിൽ നിന്ന് കൈപിടിച്ചിട്ട് സ്വർഗത്തിന്റെ തെളിനീരിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ഹബീബേ റസൂലി വശഫീ വസനദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങളെ സ്നേഹത്തോടെ വിളിച്ചു സൈനബേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് അവനവന്റെ വയനാട് വരാമ്പറ്റയിലുള്ള വീടിന്റെ മുറ്റത്ത് വന്ന് വാതിലിന്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് അടുക്കളയിലിരിക്കുന്ന ഭാര്യയെ പ്രണയഭാവത്തോടെ വിളിക്കാൻ കഴിയുന്നുവോ? സ്നേഹത്തോടെ വിളിക്കാൻ നമ്മൾക്ക് കഴിയുന്നുവോ? നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവളെ, നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവളെ, നമുക്ക് വേണ്ടി നാടും വീടും വിട്ട് കൈവിരലിൽ പിടിച്ചു കൂടെ വന്നവളെ, അവളെ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ പരമാവസ്ഥയിലെത്തുമ്പോ സ്നേഹത്തിന്റെ മൃദുല ഭാഷയിൽ വിളിക്കാൻ കഴിയുന്നുവോ? സൈനബേ. മഹതിയായ സൈനബ് റളിയല്ലാഹു തആല ഞെട്ടിത്തെരിച്ചെഴുന്നേറ്റു. തന്റെ ഭർത്താവിനെ കണ്ടപ്പോ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സങ്കോചത്തോടെ ഇരിക്കുകയാണ്. ഭർത്താവ് ദാരിദ്ര്യത്തിലേക്ക് പെട്ടപ്പോ ഭർത്താവ് അറിയാതെ പൈസ ഉണ്ടാക്കുകയാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. എത്രയോ പെണ്ണുങ്ങളെ ഭർത്താവ് അറിയാതെ ചില ചിട്ടികൾക്ക് കുറികൾക്ക് കൂടുന്നവരുണ്ട്, 1000 2000 കൊടുത്ത് സേവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു 5 സെന്റ് മണ്ണ് മേടിക്കാൻ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളില്ലയോ? ആ സൈനബ് റളിയല്ലാഹു അൻഹ മുഖത്തേക്ക് നോക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സൈനബേ, എന്തേ യാ റസൂലല്ലാഹ്, സൈനബേ നിന്നോട് ഞാനൊരു വർത്തമാനം പറയട്ടെയോ? അത് വല്ലാത്ത വർത്തമാനമായി പോയി. ഒരാൾക്കും മനസ്സിലാകാത്ത ആശ്വാസപ്പെടുത്തലായി. കുനിഞ്ഞിരുന്നിട്ട് ഭാര്യയുടെ നെറുകയിൽ തലോടിയില്ല, അവളുടെ ശിരസിൽ കൈവച്ചില്ല. സൈനബേ, ആ കാണുന്ന ഉഹദ് പർവ്വതം കണ്ടോ? കണ്ടു യാ റസൂലല്ലാഹ്. ഇന്നലെ വൈകുന്നേരവും ജിബ്രീൽ വന്നിരുന്നു. ആ ഉഹദ് പർവ്വതം സ്വർണ്ണമാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടും ഞാനത് സമ്മതിച്ചില്ല സൈനബേ. ഇന്ന് ഞാൻ നീയും അനുഭവിക്കുന്ന ദാരിദ്ര്യം നിന്റെ ഭർത്താവായ മുഹമ്മദ്, നിന്റെ ഭർത്താവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഭർത്താവ് തെരഞ്ഞെടുത്തതാണെന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ വാക്കിന് മുമ്പിൽ ഗദ്ഗത കണ്ടയായി പറഞ്ഞു. അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ മുത്തേ, അതിന് ഞാൻ പരാതിയൊന്നും പരിഭവങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചറപ്പ് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു കുടുംബം തീരുമാനിച്ചപ്പോ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രയോ വലിയ സ്നേഹമുണ്ടായി. ആ ഭർത്താവും ആ വാപ്പയും മകളും തമ്മിൽ സ്നേഹമുണ്ടായില്ലയോ? അല്ലാഹുവിന്റെ റസൂലും ഫാത്തിമയും തമ്മിൽ സ്നേഹമുണ്ടായില്ലയോ? ആ കുടുംബത്തിലാണ് ഭാര്യ ഭർത്തൃബന്ധം ഊഷ്മളമായത്. ആ കുടുംബത്തിലാണ് വാപ്പയും മകളും തമ്മിൽ സ്നേഹത്തോടെ ജീവിച്ചത്. പട്ടിണിയോടെ ഇരിക്കുന്ന വാപ്പാന്റെ മുമ്പിൽ പകുതി മുറിച്ച റൊട്ടി കഷണം കൊണ്ടുവന്നിട്ട് വാപ്പാനോട് പറഞ്ഞുവല്ലോ, പൊന്നുമോള് വാപ്പാ, ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് ചന്താക്കിയ പത്തിരിയാണ് ഉപ്പ. ഞാനും അലിയും ഞാനും എന്റെ ഭർത്താവും തിന്നാൻ പോയപ്പോഴാണ് എന്റെ ഉപ്പയെ കുറിച്ച് ഓർമ്മ വന്നത്. പകുതി എന്റെ ഉപ്പാക്ക് തന്നനാണ്. സഹോദരാ, ഒരു പത്തിരി വീട്ടിലുണ്ടാക്കിയപ്പോ
ആ ഭർത്താവിന്റെ കൂടെ മക്കളുടെ കൂടെ വീട്ടിൽ വേറെ താമസിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ ഒരു പത്തിരി ഉണ്ടാക്കിയപ്പോ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായി പോയിട്ട് പോലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ, മറ്റൊരാളുടെ ഒരു സകാരവും കേൾപ്പിക്കാതെ തന്റെ ചിറകിന്റെ അടിയിൽ കോടി കുഞ്ഞിനെ വളർത്തുന്നത് പോലെ എല്ലാ പ്രതിബന്ധങ്ങളുടെയും ദുഃഖത്തിന്റെയും പട്ടിണിയുടെയും ഇടയിൽ തനിക്ക് സ്നേഹം നിന്ന് പൊച്ചു വളർത്തിയ ഉപ്പ, എന്റെ കരളിന്റെ കഷണമേന്ന് വിളിച്ച എന്റെ ഉപ്പ, അലിയുടെ കയ്യിൽ എന്നെ കൈപിടിച്ചു കൊടുത്ത എന്റെ ഉപ്പ, കല്യാണം കഴിഞ്ഞാലും എനിക്ക് എന്റെ ഉപ്പയെ മറക്കാൻ കഴിയില്ല. എത്ര പെണ്ണുങ്ങൾക്ക് മക്കൾക്ക് കഴിയുന്നുണ്ട് സഹോദരാ. ഗൾഫിൽ കിടന്ന ആയുസ് മുഴുവനും എനിക്ക് വേണ്ടി കളഞ്ഞ ഉപ്പ, ഈ വയലിൽ കിടന്ന് മണ്ണിനോട് പടവെട്ടിയിട്ട് എല്ലും തോരുമായിട്ട് എന്റെ ഉപ്പ പോയത് എന്നെ കെട്ടിക്കാനുള്ള വക കണ്ടെത്തിയിട്ടാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവും മക്കളും കൂടി വയറ് നിറച്ച് തിന്നുമ്പോ എന്റെ ഉപ്പയെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിത് കീഴ്പോട്ടിറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പാന്റെ കയ്യില് ഉള്ളതിന് പകുതി റൊട്ടി കഷണം കൊടുക്കുന്ന എത്ര പെൺമക്കളുണ്ട് ഇവിടെ? എത്ര പെൺമക്കളുണ്ട്? കല്യാണം കഴിച്ചു വിട്ട പെൺമക്കൾ അപ്പാന്റെ കയ്യില് പകുതി മുറിച്ച റൊട്ടി കൊണ്ടുപോയി കൊടുത്ത ഉപ്പയും മകളും ഉണ്ടായത് ഉള്ളതിനോട് സ്വീകരിച്ചിട്ട് ജീവിച്ചൊരു കുടുംബത്തിലല്ലയോ? തീർന്നില്ല സഹോദരാ, തീർന്നിട്ടില്ല. തീരാൻ അങ്ങനെ പറഞ്ഞ് തീരുന്ന ജീവിതമല്ലല്ലോ ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പാപ്പ മുതുകു കുനിച്ചിട്ട്, ഏതുപ്പാപ്പ എന്നറിയോ? ഖന്തക്ക് യുദ്ധത്തിന് പോയിട്ടും മുതുകു കുനിച്ചു കൊടുക്കാതെ വയറ്റില് കല്ല് കെട്ടിവെച്ച ഉപ്പ, ഖന്തക്കില് ഖൈബറിലും മുതുകു കുനിക്കാത്ത ഉപ്പ, എതിരാളികളുടെ മുമ്പില് തല കുനിക്കാത്ത പടനായകന് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള വീടിന്റെ ഉള്ളിൽ ആ ഉപ്പ മുതുകു കുനിച്ചു കിടന്നു. മകളുടെ തന്റെ പേരക്കുട്ടി മുതുകത്ത് കയറി. ഉപ്പാപ്പാന്റെ മുതുകത്ത് കയറിയിട്ട് ആന കളിച്ച പേരക്കുട്ടി, ആ പേരക്കുട്ടി ജനിച്ചത് ഈ മുത്ത് റസൂലിന്റെ വീട്ടിലല്ലയോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ മുതുകത്ത് കയറ്റിയിട്ട് കളിതമാശകൾ നടത്തുന്ന ഉപ്പാപ്പാന്റെ സ്നേഹബന്ധമുണ്ടായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച ഈ കുടുംബത്തിലല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കമുണ്ടെങ്കിൽ മക്കള് പ്രശ്നമാണ്. മക്കള് നല്ലവരാണെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമാണ്. ഇനി ഇതെല്ലാം നല്ലവരാണെങ്കിലോ പേരക്കുട്ടികള് അടിഞ്ഞാട്ടക്കാരാണ്. അതുകൊണ്ട് സഹോദരാ, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ച് ഒരു നല്ല ഹൃദയത്തോടെ ജീവിക്കുന്ന കുടുംബത്തിലാണ് പടച്ചറപ്പിന്റെ സന്തോഷമുണ്ടാവുക. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കട്ടെ. ഈ അടുത്ത സമയത്താണ് കേട്ടത്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയ മകൻ, ആ മകൻ നല്ല മകനാണ്. ആ മകൻ തിരിച്ചു വന്നപ്പോ കാലിൽ ഒരു ചെറിയൊരു മുറിവുണ്ടത്രേ. ഉമ്മ ചോദിച്ചപ്പോ പറഞ്ഞു ഫുട്ബോൾ കളിച്ചപ്പോ പറ്റിയതാണ്. ഒരാഴ്ചയായിട്ടും മുറിവുണങ്ങിയില്ല. അവസാനം ഉമ്മ വേവലാതിയോടെ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ 3 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു. 3 ദിവസം കഴിഞ്ഞിട്ടും ആഴ്ചയായിട്ടും മുറിവുണങ്ങിയില്ല. അവസാനം ഡോക്ടർ പരിശോധിച്ചിട്ട് ഉമ്മയോട് ചോദിച്ചു അത്രേ, മകൻ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടോ? ഇല്ല. ഉമ്മ ആണയിട്ട് പറഞ്ഞു, മോന് യാതൊരുവിധ ദുസ്വഭാവങ്ങളില്ല, അവന് വേണ്ടാത്ത കൂട്ടുകാരില്ല. അവസാനമാണ് ഡോക്ടർ പറഞ്ഞത്, ആ മുറിവ് ഫുട്ബോൾ കളിച്ചതല്ല, അത് കുട്ടി വെറുതെ ബ്ലേഡ് കൊണ്ട് ചെറുതായി പോന്തിയാണത്രേ. ആ ചെറിയ മുറിവിന്റെ ഉള്ളില് രക്തം പോകുന്ന സ്ഥലത്ത് മയക്കുമരുന്നിന്റെ ചെറിയ ഭാഗങ്ങൾ ചേർത്ത് വെക്കുമത്രേ. അത് ഞരമ്പിലൂടെയും രക്തത്തിലൂടെയും കലർന്ന് അവന്റെ ശരീരം മുഴുവനും അത് ലഹരിപ്പടരുമത്രേ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾ അങ്ങനെ വഴിതെറ്റുന്നതെന്ന് അറിയാത്ത കാലം, മതിൽ കെട്ടിന് വെളിയിലോട്ടിറങ്ങാത്ത കുട്ടിക്ക് വീട്ടിലിരിക്കുന്ന ചിപ്പിലൊന്ന് കയ്യമർത്തിയാൽ
ഓൺലൈനിലൂടെ മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്ന കാലം കേരളത്തിലെ 75% കൗമാരക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ലഹരി ഉപയോഗിച്ചവരാണെന്ന് ഈ കേരളത്തിന്റെ കണക്കുകൾ നമ്മോട് പറയുന്ന കാലം നമ്മുടെ മക്കളെ നമുക്ക് വളർത്തണ്ടയോ? 10ാം ക്ലാസ് കഴിഞ്ഞ മക്കൾ 8ഉം 9ഉം കഴിയുമ്പോൾ എത്രയെത്ര മക്കളാണ് പോകുന്നത്? ഈ വിനീതന്റെ മുമ്പിൽ എത്രയെത്ര മാതാപിതാക്കളാണ് വരുന്നത്? അൽഹംദുലില്ലാഹ് ഈ വിനീതന്റെ സ്ഥാപനമായ ഹംദാൻ ഫൗണ്ടേഷനിൽ കേരളത്തിലെ ആദ്യത്തെ ഖുർആൻ വില്ലേജിൽ 130 ഹാഫിളുകൾ പഠിക്കുന്നുണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആ കുഞ്ഞുങ്ങൾ 130 ഹാഫിളുകൾ ഒരു മാസത്തിൽ 100 ഖത്മുൽ ഖുർആൻ ഓതി അതിന്റെ ദുആ നിർവഹിക്കുന്നുണ്ട്. ധാരാളം പ്രധാനപ്പെട്ട ദിക്റുകൾ നിർവഹിച്ച് ദുആ നടക്കാറുണ്ട്. ധാരാളം ആളുകൾ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ആ ദുആയിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. അൽഹംദുലില്ലാഹ് ഈ മാസത്തെ ദുആ നടക്കുന്നത് ഈ മാസം 28ാം തീയതി മാർച്ച് 28-ന് അസറിന് ശേഷമാണ്. കൊല്ലം ജില്ലയിലെ ഹംദാൻ ഫൗണ്ടേഷനിൽ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്തത് 2.5 വയസ്സുള്ള ട്യൂമർ ബാധിച്ച കുട്ടിയാണ്. അൽഹംദുലില്ലാഹ് ദുആയൊക്കെ കഴിഞ്ഞിട്ട് മാതാപിതാക്കള് സന്തോഷത്തോടെ ഉസ്താദേ ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കുമ്പോ അത് പരിപൂർണമായിട്ടും ഭേദമായിട്ടുണ്ട്. കാരണം ഹാഫിളീങ്ങളല്ലേ, പടച്ചറപ്പിന്റെ ഖുർആൻ ഓതുന്നവരല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദുആയിക്ക് ഒരു ഉമ്മ വന്ന് സങ്കടത്തോടെ പറഞ്ഞതാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മരക്കുമരുന്നിന് അടിമയാണത്രേ. അവൻ ഉമ്മയെയും ഉപ്പയെയും ആക്രമിക്കുമത്രേ. ഉപ്പ കൈത്തണ്ടയിൽ ഒരു മുറിവ് കാണിച്ചിട്ട് പറഞ്ഞു, ഇവരുടെ മരക്കഷണം കൊണ്ട് അക്രമാസക്തനായപ്പോ അടിച്ചതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മത കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ആ മക്കളെ ആലിമീങ്ങളാക്കി സ്വാലിഹീങ്ങളാക്കി പഠിപ്പിക്കണം. ഹംദാൻ ഫൗണ്ടേഷനിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കുകയാണ്. ഹിഫ്ളിന്റെ അഡ്മിഷനില്ല കോഴ്സാണ്, കുട്ടികൾ കൂടുതലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് പൂർണ്ണമായും മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവർ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുത്ത് പഠിച്ച് അവസാനം ഇൻഷാ അല്ലാഹ് ഈ വർഷം സിവിൽ സർവീസിന്റെ കോച്ചിങ് ക്ലാസ് തുടങ്ങുകയാണ്. വലിയൊരാഗ്രഹമുണ്ട് ഹാഫിളായ ആലിമായ IAS കാരൻ അവന് ജേർണലിസ്റ്റ് ആവാനാണോ അഭിരുചി? ഹാഫിളായ ആലിമായ ജേർണലിസ്റ്റ് ഉണ്ടാവണം. സിവിൽ സർവീസ് വരെ നമ്മുടെ മക്കളെ പ്രാപ്തരായവരെത്തിക്കാൻ കഴിയും. അതിന് അഡ്മിഷന്റെ സമയമാണിപ്പോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അതിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതുകൊണ്ട് ഞാൻ പറയുന്നത് റബ്ബിനോട് ദുആ ചെയ്യേണ്ട കാലമാണ്. പടച്ചറബ്ബിനോട് കരഞ്ഞ് നിലവിളിക്കേണ്ട കാലമാണ്. ഈ അസുരന്മാരുടെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കേണ്ട കാലമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ആലിമീങ്ങളാക്കി തരട്ടെ. നമുക്ക് മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നു മക്കളാക്കി തരുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ് സഹോദരാ. ഹാഫിളീങ്ങളാവണം ഇൻഷാ അല്ലാഹ്. ഈ പ്രാവശ്യം 28ാം തീയതിയുടെ ദുആയുടെ അന്ന് ഹംദാൻ ഫൗണ്ടേഷനിൽ 2 ഇരട്ട സഹോദരങ്ങളെ ഹാഫിളാവുന്നുണ്ട്. ഇരട്ടകളാണ്. ഒരാൾ 3.5 മാസം കൊണ്ട് ഹാഫിള്, ഒരാൾ 4.5 മാസം ഉണ്ടാവും. ഇരട്ട കുട്ടികളാണ്. അവരെ ഹിഫ്ള് പൂർത്തീകരണവുമുണ്ട്. ആയിരിക്കുന്നു സഹോദര 92 കുഞ്ഞുങ്ങൾ. അവരാരാണ് നാളെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി കരള് നിറഞ്ഞെന്ന് ദുആ ചെയ്യാൻ, കണ്ണ് നിറഞ്ഞു പറയാൻ, റബ്ബേ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് കട്ടപ്പെട്ട് വളർത്തിയതാണ്, സ്വർഗം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ ആ വാപ്പയും ഉമ്മയും ജീവിതത്തിൽ കരുതി വെച്ച സ്വത്തുക്കളാണവർ. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടക്കുന്ന ഈ മഹത്തായ ജാമിഅയുടെ ഈ ജൂനിയർ കോളേജിൽ 92 കുഞ്ഞുങ്ങൾ ഇൽമു പഠിക്കുന്നുണ്ട്. ഇൽമു പഠിക്കുന്നവരെ സഹായിക്കൽ വലിയ ഖൈറല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മക്കളെ ആലിമാക്കാൻ കഴിഞ്ഞില്ല, നമ്മുടെ മക്കളെ ഹാഫിളാക്കാൻ കഴിഞ്ഞില്ല. എന്റെ സഹോദരാ,
ബാക്കി ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ സമ്മാനവും തന്നെ ബാക്കി കാര്യവും പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ 92 കുഞ്ഞുങ്ങളെ ഓരോരുത്തരും നമ്മൾ ഏറ്റെടുക്കണം. എനിക്കെന്റെ റബ്ബ് തന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരാലിമായ കുഞ്ഞിനെ സദാ ഖുർആൻ ഓതുന്ന ഹദീസ് പാരായണം ചെയ്യുന്ന പടച്ച റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാലിമിനെ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യണം. ഒരു വർഷത്തേക്ക് 25,000 രൂപയാണ്. അതായത് ഒരു മാസം 2,000 രൂപ. ഒരു മാസം ഏറ്റവും കൂടി വന്നാൽ 2,000 രൂപ. ഇനി ഒരു വർഷത്തേക്ക് ഒരു മാസം 2,000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് 25,000 രൂപ. അതൊന്നിച്ചു കൊടുക്കാം, ഓരോ മാസമായിട്ട് കൊടുക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കാം. ഈ മഹത്തായ സദസ്സിൽ നിന്ന് സന്തോഷത്തോടെ ഈ വരാൻ പറ്റ മഖാമിന്റെ മുമ്പിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 92 ആലിമീങ്ങളുണ്ട്. ഓരോരുത്തരായി ആദ്യം ഒരാൾ ഇൻഷാ അല്ലാഹ് ഒരാലിമിനെ ഒരു വർഷത്തേക്ക് ഞാൻ ഏറ്റെടുക്കാം. എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, എന്റെ കുടുംബത്തിന് അന്നം കൊടുക്കുന്നത് പോലെ ഒരാളുകൂടി എനിക്ക് അധികമാവില്ല. ഓരോ കുഞ്ഞുങ്ങളെ വെച്ച് ഒന്നേറ്റെടുക്കുന്നവരങ്ങനെ, രണ്ടേറ്റെടുക്കുന്നവരങ്ങനെ. അല്ലാഹു ഒരു മുറാദുകളെ ഹാസിലാക്കട്ടെ. ഏതാഗ്രഹത്തോടെ അത് തീരുമാനിക്കുന്നുവോ റഹ്മാനായ റബ്ബ് അതിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഈ ഏറ്റെടുക്കുന്ന സഹോദരങ്ങൾ അവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവരെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ ഓരോരുത്തരായി ഉസ്താദേ ഇന്നീ സദസ്സിൽ വെച്ച് അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ഒരു വർഷം ഞാനൊരു മാസം 2,000 വെച്ച് ഒരാലിമിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. സന്തോഷത്തോടെ ഓരോരുത്തരായി കൈവെക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു ആലിമിനെ, ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാം. 25,000 രൂപ. ആരാ ഇൻഷാ അല്ലാഹ് ആദ്യം പറയാ? കൈവെക്കിയാൽ മതി. ഓരോ വർഷത്തേക്ക് ഈ മാർച്ച് മുതൽ അടുത്ത മാർച്ച് വരെ 2,000 കൊടുക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കും. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ബാപ്പു സാഹിബിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ മക്കളിലും മരുമക്കളിലും നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഈ വയനാട്ടിലും പുറത്തുമുള്ള ദീനീ സ്ഥാപനങ്ങളെ കൈയയഞ്ഞ് സഹായിക്കുന്ന ഒരു സഹോദരനാണ് റബ്ബേ. അതിന്റെ ഐശ്വര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകി കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹക്കീം കുപ്പാടിത്തറ. അല്ലാഹുവേ, ഹക്കീം എന്ന സഹോദരന് ഏത് ആഗ്രഹമാണോ റബ്ബേ നീ സബലീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹക്കീം സാഹിബ് ജീവിതത്തിൽ ഏത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഇത് പറഞ്ഞത് അതിനെ നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നിന്റെ ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ അല്ലാഹു ഇവിടെ നിന്ന് പോകുമ്പോ ഒരു മുത്തഅല്ലിമീങ്ങനെ എനിക്ക് വേണം. ഒരാലിമിന് 10 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. അവൻ ഒരു വർഷം നിങ്ങൾ അവനെ അന്നം കൊടുക്കുമ്പോ അവൻ നിങ്ങളെ മറക്കില്ലല്ലോ. അല്ലാഹു അവരെ കൈപിടിച്ച് സ്വർഗത്തിലെത്താൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഷീദ് PC അബ്ദുള്ള കുട്ടി ഉപ്പയുടെ ഖബർ സ്വർഗമാകി തീരാൻ
ആ മകൻ ചെയ്ത സദക്കയാണ്. റബ്ബേ, ആ മുത്തഅല്ലിമീങ്ങൾ ഖുർആൻ ഓതുമ്പോ അവര് അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുമ്പോ ഓരോ അക്ഷരങ്ങൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകണേ അല്ലാഹ്. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആ മകനെ സദസ്സിൽ ചെയ്ത സദക്കയുടെ ബറക്കത്ത് കൊണ്ട് ഉപ്പാന്റെ ഖബറിടം വിശാലമാക്കണേ റഹ്മാനെ. പേര് പറയാൻ പറ്റാത്ത സഹോദരനൊരു കുട്ടിയെ മാഷാ അല്ലാഹ് തക്ബീർ. എല്ലാവരും ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും, ദുആയും കഴിഞ്ഞേ പോകാവൂ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ പടച്ചവനെ, അവരുടെ ആഗ്രഹങ്ങളെ നീ സബലീകരിക്കണേ അല്ലാഹ്. ആ പേര് പറയാത്ത സഹോദരൻ അല്ലാഹുവേ പടച്ചവനെ, എല്ലാ ഖൈറാത്തുകളും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പ്രതിസന്ധിയുടെ ഇടയിലും നീ നൽകിയതിൽ നിന്ന് സന്തോഷത്തോടെ തരുന്ന ഈ സഹോദരങ്ങൾ അവരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അവർക്ക് ഇതിന്റെ ഖൈറാത്തുകളുടെ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് നേരെ പറയാം. ഒരാളുടെ ഉസ്താദ് കൈപൊക്കിയാൽ മതി. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഒരു മുത്തഅല്ലിമിനെ, ഒരാലിമിനെ നാളെ ഇവർ വലിയ ആളുകളാകും. ഖുത്ബ ഓതും, വഅദ് പറയുന്നു. ഞാനൊക്കെ ഇങ്ങനെ ഓതി പഠിച്ചവരാണ് ഓരോ ദറസ്. അന്ന് ഭക്ഷണം തന്നവർക്ക് വേണ്ടി ഇന്നും ദുആ ചെയ്യണം. ഞാനൊക്കെ ഇതേപോലെ ദറസിൽ ഓതി പഠിച്ച നമ്മുടെ സദസ്സിലുള്ള പോള മുഹമ്മദ് ഹാജി ഒരു കുട്ടിയെ സദക്ക ചെയ്ത് ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ആളെ എനിക്കറിയാം, അവിടുന്ന് ഫോൺ ചെയ്യണേ. അങ്ങനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതാണ് ഒരു കാര്യം വന്നപ്പോ അവിടെ ഇരുന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദെ ഒന്ന് ഞാൻ കൊടുത്തേക്കാം. അതാണ് വലിയ സന്തോഷം. അല്ലാഹു നമുക്ക് വന്ന വഴി മറക്കരുത്. എന്റെ ഒരു പ്രിയ സഹോദരനുണ്ട് ഇവിടെ, നമ്മുടെ ഷൗക്കത്ത് സാഹിബ്, മസ്കറ്റുള്ള ഷൗക്കത്ത്. പീച്ചങ്കോട് ഷൗക്കത്ത് സാഹിബ് വളരെ നല്ല ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അടുത്ത സമയത്ത് കാണാൻ പോയപ്പോ അദ്ദേഹം വന്ന വഴികളൊക്കെ പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലാഹു ധാരാളം നിഅമത്ത് കൊടുത്തു. ആ നിഅമത്ത് കൊടുത്തപ്പോ അതോടൊപ്പം തന്നെ താനൊരു വീട് വെക്കുമ്പോ കുറെ സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. കണ്ടപ്പോ ഈ പ്രതിസന്ധിയുടെ ഇടയിൽ ഞാൻ ഹംദാൻ ഫൗണ്ടേഷന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഞാനുണ്ട്, എന്റെ ബഹുമാന്യ സഹോദരൻ, ഞങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ ഓടി നടക്കുന്ന സമർപ്പിച്ച ഒരു മനുഷ്യൻ വയനാട് വേറെ ഇല്ല. നമ്മുടെ അസീസ് കോറം അദ്ദേഹത്തിന്റെ കൂടെ ഏത് സ്ഥാപനത്തിനാണ് അദ്ദേഹം ഓടി നടക്കും. അദ്ദേഹവും കൂടെ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കും. ഞാൻ പറഞ്ഞു ഷൗക്കത്തെ ഹംദാൻ ഫൗണ്ടേഷനിൽ എന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്, ചെയ്തു തരൂ. എന്താ ഉസ്താദെ? ഞാൻ കാര്യം പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്തു തരാം. ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല, എന്റെ റബ്ബിന് വേണ്ടി. നാളെ എനിക്ക് പോകുമ്പോ എന്തേലും കിട്ടണം. അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൈടെക് അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്ത് വളരെയേറെ സന്തോഷത്തോടുകൂടി അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ ആ വീട് പൂർത്തീകരിച്ച് സന്തോഷത്തിന്റെ ഭവനമാക്കണേ അല്ലാഹ്. ഒരു ബഹുമാനപ്പെട്ട പോള മുഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ സദക്ക സ്വീകരിച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിന് ഐശ്വര്യം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഒരു സഹോദരൻ കുവൈറ്റിൽ നിന്ന് 25,000 രൂപ റബ്ബേ ആ സഹോദരനെ സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഗൾഫ് ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹംദാൻ ഫൗണ്ടേഷനെ ഏറെ സഹായിക്കുന്ന നമ്മുടെ മൊയ്തൂക്ക് അടക്കമുള്ള പ്രവർത്തകരുള്ളത് കുവൈറ്റിലാണ് റബ്ബേ. അവരെ ഇന്ന് ഈ ദുആയിൽ പെടുത്തണേ അല്ലാഹ്.